തിരുവനന്തപുരത്തെ റഷ്യൻ കൾച്ചറൽ സെന്ററിൽ ഒരേ പേരുള്ളവരുടെ ഒരു അപൂർവ സംഗമം നടന്നു. യൂറി ഗഗാറിന്റെ ബഹിരാകാശ ദൗത്യത്തിന്റെ 65ാം വാർഷികത്തോടനുബന്ധിച്ചായിരുന്നു കേരളത്തിലെ ഗഗാറിന്മാർ ഒന്നിച്ചത്. യൂറി ഗഗാറിന്റെ ചരിത്രപരമായ ബഹിരാകാശ യാത്രയുടെ 65ാം വാർഷികത്തോടനുബന്ധിച്ച് തിരുവനന്തപുരത്തെ വാൻഡ്രോസ് ജംഗ്ഷനിലെ റഷ്യൻ കൾച്ചറൽ സെന്ററിൽ വെച്ച് ഗഗാറിൻ എന്ന പേരുള്ളവരുടെ ഒരു സംഗമം, സംസ്ഥാനത്തെ ഗഗാറിൻ എന്ന പേരുള്ളവരുടെ ഒരു സംഗമം നടക്കുകയാണ്. അപൂർവമായൊരു സംഗമം. അതിൽ ആ പേരുകാരായ 5 പേർ എന്നോടൊപ്പമുണ്ട്. മുഴുവൻ പേരെങ്ങനെയാണ്? എന്റെ മുഴുവൻ പേര് ഗഗാറിൻ ബാബു. എവിടെയാണ് സ്ഥലം? ഞാൻ എറണാകുളമാണ്. എന്റെ ഫാമിലിയിൽ 4 ഗഗാറിൻസാ ഉള്ളത്. ഇപ്പോൾ ഞങ്ങളെ കൂടാതെ ഞാൻ കൂടാതെ ബാക്കി 3 പേരും കൂടിയുണ്ട്. ഒന്ന് ഫസ്റ്റ് ബ്രദർ, എന്റെ ഫസ്റ്റ് സൺ അക്ഷയ് ഗഗാറിൻ, രണ്ടാമത്തെ മകൻ അഭിജിത് ഗഗാറിൻ, മൈ വൈഫ് ഈസ് ബിന്ദു ഗഗാറിൻ. ഈ ഇദ്ദേഹത്തോടുള്ള യൂറി ഗഗാറിനോടുള്ള ഒരു അഡ്മിറേഷൻ ആണോ അതോ മറ്റെന്തെങ്കിലും കാരണമുണ്ടോ? ഈ ശരിക്കും മറ്റ് കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ അച്ഛൻ പൊളിറ്റിക്കല് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യയുടെ മെമ്പറായിരുന്നു എറണാകുളത്ത്. അപ്പൊ അതില് റഷ്യൻ വിപ്ലവത്തില് 1917 റഷ്യൻ വിപ്ലവത്തില് അന്ന് ഉണ്ടായിരുന്ന ഏറ്റവും മനുഷ്യേദ്യ നേതാക്കളുടെ പേരായിരുന്നു അത്. എനിക്ക് വന്നത് എന്റെ ചേട്ടനും അതിന്റെ മൂത്ത ചേട്ടനും റഷ്യൻ നെയിം തന്നെയാണ്. ആദ്യത്തെ ആളുടെ പേര് മോർഖൻ, രണ്ടാമത്തെ ആളുടെ പേര് മംഗ്ലോദയൻ. ഇത് ജനറേഷനായിട്ട് കൈമാറാനാണ് എന്റെ 2 കുട്ടികൾക്കും ഇത് തന്നെ കൊടുത്തത്. എങ്ങനെയാണ് മുഴുവൻ പേര്? എന്റെ പേര് ഗഗാറിൻ കുമാർ. ഞാൻ പുനലൂരാണ് സ്ഥലം, പുനലൂര്. അത് ഈ പറഞ്ഞ പോലെ തന്നെ പേരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സമയത്ത് എന്റെ ഏറ്റവും കൂടുതൽ ഞാനൊരു ഇപ്പൊ ഓർമ്മിക്കുന്നത് എന്റെ അച്ഛനെയാണ്. കാര്യം അച്ഛനൊരു വലിയ കമ്മ്യൂണിസ്റ്റുകാരനായിരുന്നു. അന്ന് നമ്മുടെ ജനയുഗം, കൊല്ലത്ത് ജനയുഗം ഉള്ള അവിടെ കടപ്പാക്കടയിലാണ് എന്റെ ജനനം. അപ്പൊ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ ഇരിച്ചിലത്തിലാണ് ഞാൻ ജനിച്ചു വരുന്നത്. അപ്പൊ അന്ന് ആ സമയത്താണ് നമ്മുടെ ഗഗാറിൻ ഫേമസ് ആവുന്നത്. അതായത് 1961 ഏപ്രിൽ 12 അദ്ദേഹം സ്പേസ് കറങ്ങിയിട്ട് തിരിച്ചു വന്നപ്പോൾ നമ്മുടെ കേരളം മുഴുവൻ ചർച്ചയാകുന്ന സമയം. അപ്പോൾ ഞാൻ ഏപ്രിൽ മെയിൽ ജനിക്കുന്നു. അപ്പോൾ എനിക്ക് പേരിടലിൽ പ്രത്യേക കമ്മ്യൂണിസ്റ്റുകാരെല്ലാം അവിടെ ചേർന്ന് എനിക്ക് പേര് സെറ്റ് ഗഗാറിൻ എന്നാണ്. പിന്നെ എന്റെ മോന്റെ പേര് 2 മക്കളാണ്. എന്റെ മോന്റെ പേര് അഗാസി ഗഗാറിൻ, മോളുടെ പേര് വിസ്മയ ഗഗാറിൻ, ഭാര്യയുടെ പേര് ശൈല ഗഗാറിൻ. എന്താണ് ഈ ഗഗാറിൻ? മുഴുവൻ ഗഗാറിൻ തന്നെ. എന്റെ പേര് പി ഗഗാറിൻ എന്നാണ്. എമ്പൂരിലെ ഒരു പാർട്ടി നേതാവിന്റെ, ആദ്യകാല കമ്മ്യൂണിസ്റ്റ് നേതാവിന്റെ മകനായിട്ട് ജനിച്ചതാണ്. അച്ഛനാണ് ഈ പേര് നിർദ്ദേശിക്കുന്നത്. പാർട്ടിയും അന്ന് സോവിയറ്റ് റഷ്യയുടെ, ലോകത്തിന്റെ ആകെ ആശ്രയമായിരുന്ന സോവിയറ്റ് റഷ്യയുടെ വിജയവും അതിന്റെ നാടിന് നമ്മുടെ പ്രത്യാശയുമാണ് ഈ പേരിലേക്ക് എത്തിച്ചത്. അപ്പോൾ എന്റെ മോളുടെ പേര് അമൃത ഗഗാറിൻ എന്നാണ്. അവള് സ്വന്തമായിട്ട് ഇപ്പോൾ ചെയ്യുന്നു. എവിടുന്നാണ്? ഞാനും എറണാകുളത്ത് തന്നെയാണ്. എന്താണ് മുഴുവൻ പേര്? ഗഗാറിൻ മാത്രമേ ഉള്ളൂ. അല്ല, എന്റെ മകളുടെ പേര് ചിഞ്ചു ഗഗാറിൻ, ഒറ്റ മകളുള്ളൂ. വൈഫിന്റെ പേരും ബിന്ദു ഗഗാറിനാണ്. ഞാൻ സെൻട്രൽ പോലീസിൽ നിന്ന് റിട്ടയർ ആയതാണ്. 1912 ഏപ്രിൽ 12 ഗഗാറിൻ പോയി. ഞാൻ ജനിച്ചത് ഏപ്രിൽ 28 അപ്പൊ അന്ന് സോവിയറ്റ് നാടെന്ന് പറഞ്ഞ ബുക്കുകൾ, റഷ്യൻ ബുക്കുകൾ നമ്മുടെ നാട്ടിൽ വന്നുകൊണ്ടിരുന്ന സമയമാണ്. പിന്നെ ഞങ്ങള് പക്കാ കമ്മ്യൂണിസ്റ്റുകാരനായിരുന്നു. അച്ഛനും അതെ, ഞാനും പാർട്ടി മെമ്പറാണ്. അപ്പൊ ആ സോവിയറ്റ് നാട് വായിച്ച് കൊണ്ടപ്പോഴാണ് ഇതിന്റെ പടങ്ങളൊക്കെ വന്നുകൊണ്ടിരുന്നത്. ആ സമയത്ത് ഏപ്രിലെ ലാസ്റ്റ് ആയപ്പോൾ റഷ്യൻ ഇതിന്റെ പടങ്ങളും അതൊക്കെ വന്നിരുന്നു. അപ്പൊ അങ്ങനെ ഒരു ആകർഷണം തോന്നി അച്ഛൻ തന്നെ ഇട്ടതാണ് യൂറി ഗഗാറിൻ എന്നുള്ളത്. അതുകൊണ്ട് ഒരുപാട് ബുദ്ധിമുട്ടും ഉണ്ടായി, നല്ലതും ഉണ്ടായി. ഈ പേര് ഏതെങ്കിലും ഒരു ഹോസ്പിറ്റലിൽ ചെന്ന് പറയുമ്പോഴോ അല്ലെങ്കിൽ എവിടെയെങ്കിലും നമ്മളൊരു പേരെന്താന്ന് ചോദിക്കുമ്പോൾ ഗംഗാരനാ എന്ന് ചോദിക്കും. അപ്പൊ അത് പിന്നെ റിപ്പീറ്റ് ചെയ്യണം. എന്നാലും പിന്നെയും ചോദിക്കും. ലാസ്റ്റ് നമ്മൾ എവിടെയെങ്കിലും പോകുമ്പോൾ എഴുതി കൊടുത്തിട്ട് അമ്മയുടെ അടുത്താണെങ്കിൽ ചെറുപ്പത്തിൽ, അല്ലെങ്കിൽ പിന്നെ അത് കഴിഞ്ഞ് വൈഫിന്റെ അടുത്താണെങ്കിലും അമ്മയുടെ നമ്മളൊരു കുറിപ്പിൽ എഴുതി കൊടുക്കും ഗഗാറിൻ. അതിനുശേഷമാണ് അവർ ഇത് എടുക്കുന്നത്. എവിടെയാണ് സ്ഥലം? ഞാൻ കണ്ണൂരാണ്. അപ്പൊ ഇത്രയും പേരിൽ യൂറി ഗഗാറിൻ ഫുൾ നെയിമുള്ള ഞാൻ മാത്രമേ ഉള്ളൂ. ഞാൻ കണ്ണൂര് എന്നാ വന്നത്. ഞാനുണ്ട്. എങ്ങനെയാണ് ഈ പേരിലേക്ക്? അച്ഛൻ തന്നെ കാരണം. അച്ഛന് അന്ന കാലത്ത് മീഡിയ എല്ലാം അധികമില്ലല്ലോ. ഒന്നല്ലേ റേഡിയോ അല്ലെങ്കിൽ പത്രമാധ്യമമല്ലേ ഉള്ളൂ. അന്നപോലെ പിന്നെ വായിക്കുന്ന ആളായിരുന്നു അച്ഛൻ. അപ്പം പുള്ളി അത് സ്പേസിൽ ഗഗാറിൻ പോയതിനു ശേഷം കഴിഞ്ഞപ്പോഴത്തേന് ആ റഷ്യയുമായിട്ടുള്ള കണക്ഷൻ വെച്ചിട്ട് തന്നെ എനിക്ക് ആ പേരിട്ടതാണ്. അതുകൊണ്ട് തന്നെ കുറെ
ഇവിടുന്ന് പിന്നെ പല സ്ഥലത്തും ചെല്ലുമ്പോൾ ഈ പുള്ളി പറഞ്ഞെന്ന് പറഞ്ഞാൽ നമ്മൾ നമ്മുടെ ഐഡന്റിറ്റി കാണിക്കും. അന്നേരം തന്നെ പെട്ടെന്ന് പിന്നെ പല സ്ഥലത്തുനിന്ന് എനിക്ക് പല ഗുണങ്ങളും കിട്ടിയിട്ടുണ്ട്. ഏത് ഓഫീസുകളിലോ കാര്യങ്ങളിലൊക്കെ ചെല്ലുവാണെങ്കിൽ പേര് കേൾക്കുമ്പോൾ നമുക്ക് പ്രത്യേക ഒരു പരിഗണന, റെസ്പെക്ട്. അന്നേരം നമ്മുടെ കാര്യം എന്താണെന്ന് വെച്ചാൽ അങ്ങനെയല്ല, ശരിക്കുമുള്ള കാര്യങ്ങളാണ്. പിന്നെ പേര് കൊണ്ട് ഒത്തിരി ഗുണങ്ങളുണ്ടായിട്ടുണ്ട്, ദോഷങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. ആ പേരിലെ കൗതുകം കൊണ്ടാണ് അവർ ഇന്ന് ഇവിടെ ഇങ്ങനെ ഒന്നിച്ചു കൂടുന്നത്. എന്തായാലും അത് വലിയൊരു കൗതുകമുണർത്തുന്ന വാർത്ത കൂടിയാണ്. കാരണം യൂറി ഗഗാറിനോടുള്ള സ്നേഹത്തിന്റെ പേരിൽ, അമിതമായ വാത്സല്യത്തിന്റെ പേരിൽ സ്വന്തം മക്കൾക്ക് ഗഗാറിൻ എന്ന പേര് ഒപ്പമോ അല്ലെങ്കിൽ മുഴുവനായോ ചേർത്ത 5 പേരാണ് ഈ 65ാം വാർഷിക ദിനത്തിൽ റഷ്യൻ കൾച്ചറൽ സെന്ററിൽ സംഗമിച്ചിരിക്കുന്നത്. എന്തായാലും എല്ലാവർക്കും ആശംസകൾ. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.